Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to Day in my life after long time. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ ആണ് കേട്ടോ. ഡേറ്റ് 14th of March തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ പ്രഭാത് കത്തിങ് ഒക്കെ കഴിഞ്ഞു. ഉണ്ണിക്കുട്ടീനെ എണീപ്പിച്ചു. ഉണ്ണിക്കുട്ടിക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ലാസ്റ്റ് ഡേ ആണ് എക്സാമിൻ്റെ, പക്ഷേ ക്ലാസ് ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവനിന്ന് ഇംഗ്ലീഷ് എക്സാമാണ്. അപ്പോൾ അങ്ങനെ 12th അവൻ എക്സാം തുടങ്ങിയത്. 2 എക്സാം അവർക്ക് മെയിനായിട്ട് നടക്കുന്നത് എക്സാം പോലെ. ബാക്കിയൊക്കെ ലൈക്ക് ക്ലാസ് അസസ്മെന്റ് മാതിരി ലൈക്ക് അങ്ങോട്ട് റാൻഡംലി അങ്ങോട്ട് എടുക്കാണ് പതിവ്. അപ്പോൾ ഇന്ന് അവൻ്റെ ടെക്നിക്കലി അവൻ്റെ ലാസ്റ്റ് എക്സാം ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും അവർ ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനെ എല്ലാ ദിവസമൊന്നും ഇല്ല. അടുത്ത ആഴ്ച 2 ദിവസമുള്ളൂ, അതിൻ്റെ അടുത്ത ആഴ്ച 4 ദിവസമുള്ളൂ. എല്ലാം ഇനി ഹാഫ് ഡേയ്സ് ആണ്, ഫുൾ ഡേയ്സ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു ആൻഡ് ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ്. എന്തിനാണ് റെഡി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്ക് ടു മൈ ജിം റുട്ടീനായി. എനിക്ക് ജിം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എനിക്ക് ജിമ്മിൽ പോവാം. കാലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ റിവ്യൂവിന് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച റിവ്യൂവിന് പോയപ്പോഴത്തേക്ക് പറഞ്ഞു ഇനിയിപ്പോൾ ജിമ്മൊക്കെ ചെയ്യാം, പക്ഷേ ഇങ്ങനെ സ്ലോ ആണ്, എല്ലാം പയ്യെ സോഫ്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട്സ് മാത്രം ചെയ്യാൻ പറ്റും. കുറച്ച് സ്ലോ കാർഡിയോസ്, സ്ലോ വർക്കൗട്ട്, ഇങ്ങനെ ചാടുക, ജമ്പ് ചെയ്യുക, ഭയങ്കര കാര്യങ്ങൾ എടുത്തിട്ടുള്ള സ്പീഡായിട്ടുള്ള ചാടുക, അങ്ങനത്തെ പിടിക്കുക, അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ലോ എന്നിട്ട് ഒരു 2 weeks കഴിഞ്ഞതിന് ശേഷം നോർമൽ റൊട്ടീനിൽ. അപ്പോൾ കാലിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇരുന്നിട്ട് എണീക്കുമ്പോൾ അല്ലെങ്കിൽ കിടന്നുറങ്ങിയിട്ട് എണീക്കുമ്പോഴൊക്കെ ഒരു ചെറിയ ഞൊണ്ടലുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്മൂത്തായിട്ട് അപ്പോൾ ടൈം ടേബിൾ എടുക്കുന്നതിനെ പറ്റി പറയായിരുന്നു. അപ്പോൾ നടക്കലും അങ്ങനെയാണ്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത്ലി അങ്ങോട്ട് നടന്നു പോകും കുറച്ച് നേരം കഴിയുമ്പോൾ. പിന്നെ എന്തിട്ടാണ്, പിന്നെ സ്കൂട്ടറൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ സ്കൂട്ടർ തന്നെ എടുത്തിട്ടാണ് ഞാൻ റിവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇപ്പം വലിയ പ്രശ്നമില്ലാതെ ഞാൻ സഹായിച്ചു. അപ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ. ഞാൻ ജിമ്മിൽ എന്ത് ഡ്രസ്സ് ഇടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉണ്ണിക്കുട്ടി എണീറ്റിട്ടുണ്ട്, അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ. മോസ്റ്റ്ലി ഞാൻ ഈ ഒരു ഗ്രീൻ ലെഗിങ്സും, പിന്നെ ചൂടാണ് ഭയങ്കര, ചിലപ്പോൾ ഇതായിരിക്കും ഇടുക, അല്ലെങ്കിൽ എൻ്റെ ടോപ്പ് മാറ്റും. ഏതെങ്കിലും ഒന്നിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ക്രോസ് നെക്ക് വരണം മാറ്റി ഇതായിരിക്കും ഇടുന്നത്. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ജിം ഔട്ട്ഫിറ്റിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ബാക്കാണ് എനിക്കിഷ്ടം, ക്രോസ് ബാക്ക് ആയിട്ടുള്ളത്. ഇനി ഞാൻ വേഗം ഒന്ന് സ്കിൻ കെയർ ചെയ്ത് മുടിയും കെട്ടിയിട്ട് അവനുമായിട്ട് ഓടാൻ നോക്കട്ടെ. ബിക്കോസ് അവൻ്റെ സ്കൂൾ ബസ് പെട്ടെന്ന് വരും. അപ്പം ഞാൻ പെട്ടെന്ന് ഓട്ടം ചെയ്യട്ടെ. ഞാൻ പെട്ടെന്ന് സ്കിൻ കെയർ ചെയ്തു, മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ ഫുഡ് ഇൻഫെക്ഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടീൻ്റെ പോക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദാരുണമായ ഹെയർ ഫോളാണ് കേട്ടോ. ഒരു കൈയും കണക്കില്ലാണ്ട് പോകുമെന്ന് പറയില്ലേ, മുടിയിൽ കൈ തൊട്ട അപ്പം മുടി പോണ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് അതുകൊണ്ട് മുടി ചീവാൻ തന്നെ മുടി തൊടാൻ മടിയാണ്. മുടി തൊട്ട അപ്പം തന്നെ മുടി പോണ പോലെ വേണ്ട. പകുതിയും മുടിയും എൻ്റെ പോയി എന്നുള്ളതാണ് സത്യം. മുടിയൊക്കെ നമ്മളിങ്ങനെ ചീവുമ്പോൾ ഇങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ നിറച്ച് കിടക്കുന്ന അവസ്ഥ. ഒന്നും പറയണ്ട, സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കൺട്രോൾഡ് ആവണം മാതിരി തോന്നാറുണ്ട്. മുടി പോകല് ഒരു ഭയാനകമായ അവസ്ഥയാണ് എന്തൊക്കെയാണെങ്കിലും. ബിക്കോസ് പല മുടി പോണതിൻ്റെ പല സിറ്റുവേഷനിലും കൂടി ഞാൻ പോയത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിങ്ങനെ മുടി ചീവും മുടി പോണ കാണുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ഇങ്ങനെ ഒരു വെറവലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലും ആട്ടെ, എന്നാലും കൺട്രോൾഡ് ആയി വരുന്നതിൻ്റെ സന്തോഷമാണ്. എന്നാലും മുടി അതിനെയും പോയി എന്നുള്ളതാണ് സത്യം. സാരില്ല, തിരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാം. ഇനി എന്താ, ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇടട്ടെ. ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഫേസ് ഒന്ന് സെറ്റ് ആവില്ലേ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇച്ചിരി ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ മുഖത്ത് ഒക്കെ ലൈക്ക് ഫേസ് വേർക്കുമ്പോഴത്തേക്ക് നമ്മളതൊക്കെ തുടയ്ക്കും. ബട്ട് സ്റ്റിൽ ആ ഒരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ. ഐബ്രോസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും കംപ്ലീറ്റ് ആവില്ലല്ലോ. ജസ്റ്റ് ഉണ്ട്, ഇത്രേ ചെയ്യുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ലിപ്സ്റ്റിക് ഞാൻ മമ്മാത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ടുന്നത്. ബിക്കോസ് ഡെയിലി വരുന്ന അടിപൊളിയാണ്, ടോക്സിൻ ഫ്രീ ആണ്. ഞാൻ തന്നെ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പെർഫെക്റ്റ് ഫോർ ഡെയിലി വെയർ ആൻഡ് ടോക്സിൻ ഫ്രീ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ന് ജിമ്മിൽ പോകുമ്പോൾ മമ്മാത്തിൻ്റെ ലിപ്സ്റ്റിക്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മള് റെഡിയായി, അല്ല ലേറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ജീവനം കൊണ്ട് ഓടിയതാണ് വീട്ടിൽ നിന്ന്. പക്ഷെ ലേറ്റ് ആയില്ലായിരുന്നു കേട്ടോ. നമ്മൾ വന്നിട്ടേ ബസ് വന്നുള്ളൂ. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മിനിക്ക് വന്നപ്പോഴേക്കും ലേറ്റ് ആയി പോയെന്ന് വിചാരിച്ച്. പക്ഷെ ഇല്ല, ലേറ്റ് ആയില്ല. നമ്മളിവിടെ വന്ന് നിന്ന് കുറച്ച് നേരം നിന്നിട്ടാണ് ബസ് വന്നത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ സമാധാനം. ഇനിയിപ്പോൾ ഇന്ദു ഉണ്ട് ഇന്ന്. അപ്പോൾ ഇന്ദു വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്ദു കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്ദുകൊണ്ട് ഒരുമിച്ച് പോണതാണ്.
ജിമ്മിൽ. അപ്പോൾ ഇന്ദു ഇപ്പോൾ വന്നിട്ട് നമുക്ക് ജിമ്മിൽ പോകാം. ഹലോ, ഞങ്ങളുടെ പുതിയ ജിമ്മിലെത്തിയടാ. നമ്മുടെ പുതിയ ജിമ്മിൽ നമ്മളുടെ പഴയ ബിൽഡിങ്ങിൽ നിന്ന് ഫുള്ളും പുതിയൊരു ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഏറ്റവും 3ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ബിൽഡിങ്ങിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. ആകെ ജിമ്മിൻ്റെ ആ ഫ്ലോർ മാത്രമേ പണി കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഫ്ലോറും നമ്മൾ കയറി ഇറങ്ങണം എന്നുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. വാമപ്പ അല്ല ഹിന്ദു ഇന്നല്ലേ ആദ്യമായിട്ട് പറഞ്ഞേ? ഹിന്ദു ഇന്നാണ് ആദ്യമായിട്ട് പറഞ്ഞേ. കയറി ഇറങ്ങൽ കുറച്ച് അക്രമമാണ് കേട്ടോ. കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ കയറി മുകളിലെത്തുമ്പോൾ ശ്വാസം പിടിച്ച് ചാവാറോ. പ്രത്യേകിച്ച് നമ്മൾ കുറേ നാളോട്ട് ഇങ്ങനെ റെസ്റ്റ് ആയിരുന്നല്ലോ, ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഫ്ലോറൊക്കെ പണിയെടുത്തോണ്ടിരിക്കുക. പക്ഷേ ഞങ്ങളുടെ പുതിയ ജിം കാണിച്ചു കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്, സൂപ്പറാണ്. കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ പുതിയ ചേഞ്ചിങ് റൂം കേട്ടോ. അടിപൊളിയല്ലേ, സൂപ്പറാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു വാഷ്റൂം ഉണ്ട്, ഇവിടെ നമുക്കൊരു ചേഞ്ചിങ് റൂം ഉണ്ട്, അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെയാണ് ബാഗ് വെക്കുന്നത്. അതിൻ്റെ നല്ല വലിയ മിററുണ്ട്, എന്നും നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ജിമ്മിൻ്റെ റൂം. ജിം ടൂർ തരുവാണ് നിങ്ങൾക്ക്. ഈശ്വര പ്രൊമോഷൻ ഉണ്ടായിരുന്നു, ഞാൻ എന്ത് സുഖമായിരുന്നല്ലോ അല്ലേ. ഒരു പ്രൊമോഷൻ അല്ലാണ്ട് ഫ്രീ പ്രൊമോഷനാണ്, അത്രയും അടിപൊളി ജിം ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ വേർത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആ സമയത്ത് ഞാൻ പുറത്ത് ജിം കാണിച്ചു തരാവേ. നമ്മളുടെ ഒരു 1/4 മണിക്കൂറുള്ള മെയിൻ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാർഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കാർഡിയോ മാത്രം ചെയ്യുന്ന ഏരിയ. ഭയങ്കര വാസ്റ്റ് ആൻഡ് ഹ്യൂജ് ആയിട്ടുള്ള വലിയ ജിമ്മാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് നേരമുള്ളൂ സൈക്ലിങ്ങും ക്രോസ്ഫിറ്റും ഒക്കെ. 5 മിനിറ്റ്സ് ബിക്കോസ് കാല് കംപ്ലീറ്റ്ലി ഓക്കെ ആവാത്തത് കൊണ്ട്. നമ്മളുടെ ജിം വന്നിട്ട് ഇപ്പോൾ അടിപൊളി ഭയങ്കര ബിഗ് ആൻഡ് പ്രീമിയം കൈൻഡ് ഓഫ് ഒരു ഫീലാണ് തരുന്നത്. ബിഗ്ഗസ്റ്റ് ജിമ്മാണ് നമ്മളുടെ ഏരിയയിൽ ആക്ച്വലി ഉള്ള ഏറ്റവും വലിയ ജിമ്മാണെന്നുള്ളതാണ് സത്യം. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള അടിപൊളി ജിമ്മാണ് കേട്ടോ. ആൻഡ് പുതിയ കുറേ എക്യുപ്മെൻറ്റ്സിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ജിമ്മിൽ പോകാൻ വേണ്ടി. പഴയ എക്യുപ്മെൻറ്റ്സും കുറേ പുതിയ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയില്ല, എല്ലാം നമ്മൾ പഠിച്ചു തുടങ്ങണേ ഉള്ളൂ. ബട്ട് എല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുതിയ ജിമ്മിൽ പോകാൻ തന്നെ പുതിയൊരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. യെസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. വ്യാഴാഴ്ചയാണ്, ഇനിയിപ്പോൾ നാളെയും കൂടി ഉള്ളൂ വർക്കൗട്ട്. അതന്നെ 2 ദിവസം നമ്മൾ ബ്രേക്ക് ഉണ്ട്. നമ്മൾ 5 ദിവസമാണ് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗംഭീര ചൂടാണ്, നാട്ടിലുള്ള പോലെ തന്നെ അല്ലേ, ഏകദേശം അല്ലേ ചൂടാണ്. വേഗം വണ്ടിയൊക്കെ എടുത്ത് വേണ്ടി പോകാം. ഒരു മിനിറ്റ്, ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറി. ജസ്റ്റ് ഇവിടെ തൊട്ടിപ്പുറത്തൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഗോഫോ ഹൗസ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പം നമ്മൾ ചൂട് ചായ കുടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അമ്മേ അയ്യോ ഭയങ്കര ചൂട്, കൈവിളി പോയി. ഇവിടെ നമുക്ക് ജിമ്മിൻ്റെ തൊട്ടിപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഒരു ഗൂഫോ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. കഴിക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ ഒരു ആഗ്രഹമല്ലേ. ഞാനും ഇന്ദുവിന് ഇടയ്ക്ക് ഒരു ചായ കുടിക്കാറുണ്ട്. പൊള്ളി കുറേ ദിവസമായിട്ടാണ് ഇന്ദുവിനെ കാണാൻ പറ്റുന്നത് അല്ലേ. ഇത് കുറേ നാളായി നമ്മൾ കണ്ടിട്ട്, കുറേ നാളായി മെസ്സേജ് അയക്കുന്നല്ലാണ്ട് കാണാനൊക്കെ ഭയങ്കര കുറവാണ്. എന്നാൽ പിന്നെ ചായ കുടിച്ച് പുതുക്കാമെന്ന് വിചാരിച്ച ബന്ധം അല്ല എന്ത്. അങ്ങനെ നമ്മൾ ജിമ്മിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. എനിക്കിങ്ങനെ ജിമ്മിൽ ലൈക്ക് ബാക്ക് ടു ജിം ആയതുപോലെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. ബിക്കോസ് ആ ജിം വർക്കൗട്ട് കാരണം നമ്മുടെ ബോഡിയിൽ വന്ന വ്യത്യാസങ്ങൾ, നമ്മൾ എത്രത്തോളം എനർജറ്റിക് ആയിരിക്കുന്ന ഒരു ദിവസം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത് സ്റ്റക്കായി പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കാലൊക്കെ വേണ്ട ഇരുന്ന് പോയില്ലേ. അപ്പോൾ ഇരുന്ന് പോകുമ്പോഴത്തേക്ക് ആ തയ്യോ എൻ്റെ ഫിഗർ പോയി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഞാൻ അധികം വണ്ണം വെച്ചില്ല. ആക്ച്വലി വണ്ണം വെച്ചേനെ അതിൻ്റെ ഇടയിലാണ് ഫുഡ് പോയ്സൺ വന്നത്. ഫുഡ് പോയ്സൺ വന്നിട്ട് കുറേ ആൾക്കാർ റീല് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ചേച്ചി എന്ത് ചെയ്തിട്ടാണ് വണ്ണം പറഞ്ഞത്. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ കുറേ കമൻറ്റ് വരാറുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വർക്കൗട്ട് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. ഞാൻ വർക്കൗട്ടിൻ്റെ ഒന്നും അല്ല, ഞാൻ മറ്റേ ഫുഡ് പോയ്സണിങ് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയത്. ഞാൻ 68, 69 എൻ്റെ യൂഷ്വൽ വെയിറ്റ്. അതിൻ്റെ അകത്ത് 64 വന്നായിരുന്നു. അത്രയും വെയിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ണം കുറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്ക് ടു വർക്കൗട്ട് ആവാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കയറാം. ഡുഡു ഒറ്റയ്ക്കിരിക്കുകയാണ് ഇവിടെ, എന്ത് ചെയ്യാ? ഫോൺ കാണാനോ? ഗുഡ് മോർണിംഗ് പറയാം അമ്മയ്ക്ക്. പാപ്പ കഴിച്ചാ? ആണോ, എന്താ കഴിച്ചേന്ന്? ഓട്സ് പാപ്പം കഴിച്ചാ? ചമ്മി ഫുള്ളായോ നോക്കട്ടെ. ആ ദേ ഓട്സ് പാപ്പം കിടക്കണ ഇവിടെ അല്ലേ. ഡാഡ പോയാടാ? ആ എവിടെ അമ്മനെ നോക്ക്. എവിടെയാ ഇവിടെ കുഞ്ഞെന്തേ? കൊഞ്ചുവാ ഇവിടെ അല്ലേ? കൊഞ്ചലെവിടെ? 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 കള്ളിപ്പെണ്ണാണേ.
ഏട്ടൻ ഓഫീസിൽ പോയി 8:45 50 ഒക്കെ ആയപ്പോൾ പോയി നമ്മ പറഞ്ഞു. പിന്നെ ഏട്ടൻ ജിമ്മില് ഒരു ദിവസം പോയുള്ളൂ. ആക്ച്വലി നമ്മൾ പുതിയ ജിം ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ഈ വീക്ക് തൊട്ടാണ് പോയത്. മാർച്ച് 1 തൊട്ട് പുതിയ ജിം ഓപ്പൺ ചെയ്തായിരുന്നേ. പക്ഷെ ഞങ്ങള് നാട്ടിലായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കിരൺ മിനിഞ്ഞാന്ന് പോയിട്ട് എന്നറിയില്ല, ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നല്ല ബാക്ക് പെയിൻ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ പോകണ്ട, ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയില്ല. അപ്പൊ ഇന്ന് ഇപ്പൊ എന്തായാലും മൺഡേ തൊട്ട് പോയാൽ മതിയല്ലോ. ഇപ്പൊ നാളെ ഫ്രൈഡേയില് പെൻസിൽ നോക്കിത്തരാം. അപ്പൊ അങ്ങനെ കിരണപ്പ പോയി തുടങ്ങിയിട്ടില്ല. ഞാൻ പോയി. ഞാനിപ്പോ എത്ര ദിവസം, ഞാൻ 4ാമത്തെ ദിവസമായി ജിമ്മിൽ പോയിട്ട്. പക്ഷെ ഇങ്ങനെ എന്റെ കാല് എന്താ പറയാ, ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങിയിട്ട് നല്ല ലൂസ് ആയിട്ടുണ്ട്, മനസ്സിലായ. മറ്റൊരു സ്റ്റിഫ്നെസ് ആയിരുന്നു, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴൊക്കെ വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന വർക്കൗട്ടുകൾ ചെയ്യാം, ഇന്ന വർക്കൗട്ടുകൾ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി അതനുസരിച്ചിട്ടാണ് സോഫ്റ്റ് വർക്കൗട്ട്സ് ആണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാല് നല്ല ലൂസായിട്ട്. അപ്പൊ എനിക്ക് കാല് നമ്മൾ നോർമൽ ചെരുപ്പ് ഒന്നും ഇടാനായിട്ടില്ല കേട്ടോ, നമുക്ക് കാല് വേനെടുക്കും. അപ്പൊ അതിന് വേണ്ടി അമ്മ പറഞ്ഞ ഡോക്ടർ സോളിന്റെ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞ. ഡോക്ടർ പറഞ്ഞു സോഫ്റ്റ് സോൾ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മന് ഡോക്ടർ സോൾ എന്താ പിന്നെ വരും ഒന്നുമില്ല, മാത്രം ഈ അലമാര തുറന്ന് എല്ലാം നശിപ്പിക്കരുത്, എല്ലാം കുത്തിമറിക്കാണ് ഈ പിടിച്ചിന്റെ പരിപാടി. അപ്പൊ അമ്മ പറഞ്ഞു ഡോക്ടർ സോളിന്റെ ചെരുപ്പ് വാങ്ങിച്ചാൽ നല്ല കംഫർട്ടബിൾ ആവുന്നുണ്ട്. നമ്മൾ നാട്ടിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് ഒരു കടയിൽ നിന്ന് നമ്മൾ ഡോക്ടർ സോളിന്റെ ചെരുപ്പ് വാങ്ങിച്ചത്. അപ്പൊ അതെന്താ വെച്ചാൽ ഇട്ട് നോക്കിയപ്പോ എന്റെ ലെഫ്റ്റ് കാലിനാണല്ലോ ഒന്നും പറ്റിയത്. അപ്പൊ ലെഫ്റ്റ് കാലില് ടൈറ്റും റൈറ്റ് കാലില് ലൂസും ആണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ലെഫ്റ്റ് കാലില് നീരുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പൊ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ലെഫ്റ്റ് കാലിലുള്ള ചെരുപ്പ് ലൂസായിപ്പോ. ഇപ്പൊ 2 കാല് ലൂസാ. ആ സ്ട്രാപ്പ് മാത്രം കേട്ടോ, ബാക്കി സൈസ് കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഈ ഓൺലൈനിൽ കാണുമ്പോൾ അതിന് 38, 39, 40, 41 അങ്ങനെ നമുക്ക് കടകളിൽ കിട്ടാൻ ഇച്ചിരി പാടാം. അപ്പൊ എനിക്ക് കിട്ടിയ 40 സൈസ് ചെരുപ്പാ. എനിക്ക് 40 അല്ല, എനിക്ക് 39 ആണ് എന്റെ ചെരുപ്പ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെരുപ്പ് ഇങ്ങനെ നടന്ന് ഓടും, പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്. ഇനി ബാക്കി ചെരുപ്പൊക്കെ ഇട്ട് നോക്കണം. ഇപ്പൊ അത്ര സുഖമല്ല ബാക്കി ചെരുപ്പുകളൊന്നും. ഇനിയിപ്പോ ആ നമ്മുടെ ഈ പാദത്തിന്റെ ഈ ഭാഗമായിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് വേദന എടുക്കും വേറെ ചെരുപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ വരുന്നില്ല. അപ്പൊ സോഫ്റ്റ് സോൾ ചെരുപ്പുകൾ മാത്രമല്ല, ആകെ ഒരു ചെരുപ്പുണ്ട്, അതാണ് ഞാൻ എല്ലാത്തിനും ഇടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത്, ഓഫ് വൈറ്റ് മാതിരി. അപ്പൊ എല്ലാത്തിനും കൂടി പോവല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മിമി എന്തുണ്ട് വിശേഷം? അമ്മിമി എനിക്ക് മുട്ട പൊരിച്ചോണ്ടിരിക്കാം, മുട്ട പൊരിക്കാൻ തയ്യാറെടുപ്പിച്ചത് അല്ലെ. നമുക്കത് പുട്ടാണ്. വരുന്നു പുട്ടാണ്. പുട്ടിന്റെ കൂടെ മുട്ട പൊരിച്ചത് കഴിക്കാറുണ്ടോ? ഭയങ്കര ടേസ്റ്റ് ആണ്. ഞങ്ങൾക്കത് ഭയങ്കര ശീലമാണ്, പണ്ട് തൊട്ടേ നമ്മള് മുട്ട പൊരിച്ചിട്ട് പുട്ട് കഴിക്കും. എന്ത് ടേസ്റ്റ് അല്ലേ, സത്യം ഭയങ്കര ടേസ്റ്റ്. നമ്മള് യൂഷ്വലി കഴിക്കുന്ന പുട്ടും മുട്ടയും കഴിക്കും, മുട്ടും പഴവും കഴിക്കും അല്ലെ. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടും പഴവും എല്ലാരും കഴിക്കുന്നതാണ്. അതെ, മുട്ട പൊരിച്ചിട്ട് കഴിക്കണം. അത് അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താണ്ട് അലമ്പ് കുഞ്ഞലമ്പ് വേണ്ട നന്നായി മുട്ട പൊരിച്ച് തരും ഇപ്പൊ അങ്ങോട്ട് അല്ലേ. പൊടിച്ച് വേണ്ടാടി കുറുമ്പി. നമ്മുടെ വീട്ടില് നമ്മൾ പുട്ടും പഴവുമായിട്ട് കഴിക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കിരണൊന്നും കഴിക്കാനൊന്നുമില്ല. കിരണ പുട്ടും പഴവും ഒന്നും ചിന്തിക്കാനേ പറ്റാത്ത സാധനങ്ങളാണ്. അപ്പൊ ഒരിക്കലും അതൊന്നും അക്സെപ്റ്റബിളേ അല്ല. പുട്ടും പഴം എന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ വളരെ നോർമലാണ്. നമ്മള് പിന്നെ താങ്ക് യു പുട്ടും ചെറുപഴം, പുട്ടും റോബസ്റ്റ, പുട്ടും ഏത്തപ്പഴം, പുട്ടും പഴം പുഴുങ്ങിയതും ഒക്കെ കൂടെയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ കിരണ അത് പറ്റില്ല. കിരണ ചാറ് വേണം, എല്ലാത്തിനും ഇങ്ങനെ ഒഴിക്കുന്ന കറികളാണ് വേണ്ടത്. അപ്പൊ അതെ, മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ബാലൻസ്ഡ് ഡയറ്റ് ആണെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പൊ പക്ഷെ കണ്ടപ്പന അതൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. കണ്ടപ്പനെ ചാറ് കറി വേണം. അതായത് എന്തെങ്കിലും ഇത്തിരി ലൂസ് ആയിട്ടുള്ള കറി ഉണ്ടെങ്കിൽ മാത്രമേ പുട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കിരണ ഓഫീസിൽ പോണ ദിവസമാണ് നമ്മൾ ഇങ്ങനത്തെ കറികൾ നമ്മൾ കഴിക്കണം. ഒന്നെങ്കിൽ പുട്ടും പഴവും കൂടി കഴിക്കും, റോബസ്റ്റയും കൂടി കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ പുട്ടും മുട്ട പൊരിച്ചതും. എനിക്കും അമ്മയ്ക്കും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ആ കറിയിൽ. അപ്പൊ ഞങ്ങൾ തന്നെ അധികം ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ എങ്ങാനും വൈകുന്നേരങ്ങളിടയ്ക്ക് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ മാത്രം പരിപ്പ് കറിയോ പയറ് കറിയോ ഒക്കെ ഉണ്ടാക്കുവേ. അപ്പൊ അങ്ങനെ അയ്യോ നല്ല മണം വരുന്നു. അങ്ങനെ ഇന്നിപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മേലൊന്ന് കഴുകണം. മേല് കഴുകിയതിന് ശേഷം ഒന്ന് സ്റ്റുഡിയോ പോകണം. എന്ത് പറ്റുന്ന വെച്ചാൽ ഇന്ന് നമുക്ക് ഷൂട്ടുണ്ട്. ആക്ച്വലി ഒരു ബ്രാൻഡ് കൊളാബറേഷൻ ആണ്. അപ്പൊ ആ ബ്രാൻഡ് കൊളാബറേഷന്റെ ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ വരും, ശിവ വരും നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ അവൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലും സ്റ്റുഡിയോയിലുമായിട്ടാണ് ഇന്ന് മോസ്റ്റ്ലി നമ്മൾ അങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യണത്. അപ്പൊ കുറച്ചിങ്ങനെ എന്തോ വെച്ചുതരാം, പാട്ട് വെച്ചു. അപ്പൊ നമ്മളിങ്ങനെ പ്രോപ്പർ, അതായത് നമ്മൾ ഈ ബ്രാൻഡിന്റെ കൊളാബറേഷന്റെ സമയത്ത് നമുക്ക് സ്പെഷ്യൽ ഗൂഗിൾ മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ശിവയും കൂടി നമ്മളുടെ ടീമായിട്ട് നമ്മൾ നിന്നിട്ട് അവരങ്ങനെ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു പല കാര്യത്തിലും.
അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ഷൂട്ടാണ്. അങ്ങനെ ഭയങ്കര വലിയ ലോങ് ഷൂട്ടൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഷൂട്ട് തീരും, പക്ഷെ ഭയങ്കര കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഷൂട്ടാണ്. അപ്പൊ അവനൊരു 12 മണിക്ക് വരും. അപ്പൊ അതിന് മുന്നേ എനിക്ക് കുളിക്കണം. കുളിച്ചിട്ട് എനിക്കൊന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് ക്യാമറ എടുത്തുകൊണ്ട് വരാൻ മറന്നു പോയിരുന്നേ. ആക്ച്വലി ഞാൻ ജിമ്മിലേക്ക് പോണ സമയത്ത് ക്യാമറ പോയിട്ട് തിരിച്ചു പറഞ്ഞ വഴി സ്റ്റുഡിയോ നിന്ന് എടുത്തിട്ട് വരണമെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ കിടന്ന സമയത്താണ് ഞാൻ ഓർത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എണീറ്റപ്പോൾ ഞാൻ അങ്ങനെയും മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം പോയിട്ട് നമുക്ക് ക്യാമറ എടുത്തിട്ട് വരാൻ. അങ്ങനെ ഇരിപ്പുണ്ട്. എന്തൊരു വെയിലാന്നറിയോ ഇവിടെ, എന്റെ ദൈവമേ. ഇന്നലെ എനിക്കൊരു കാര്യത്തിന് വേണ്ടി ഒരു 11:30 ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു. എനിക്കൂടെ ഇന്നലത്തെ അത്ര വെയിലൊന്നില്ല അല്ലേ അമ്മ? ഇന്നത്തെ അത്ര വെയിലൊന്നുമില്ല. എന്റെ ദൈവമേ, ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് എനിക്ക് കണ്ണ് ഉറക്കാൻ പറ്റണില്ല. ഇങ്ങനെ മന്നിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അമ്മ കണ്ണ് ഉറക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരുമാതിരി വല്ലാത്തൊരു വെയിലായിരുന്നു ഇന്നലെ. പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിലാക്സ്ഡ് ആയിട്ട്. അത്രയ്ക്കും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നേ. അപ്പൊ മീൻവായാൽ നമുക്ക് മുട്ട പൊഴിച്ചത് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ദേ നല്ല അടിപൊളി ചേരട്ടപ്പുട്ടും നല്ല സൂപ്പർ മുട്ട പൊരിച്ചതുമാണ്. ഇനി നമുക്ക് ഒരു നിമിഷം പോലും ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ വേഗം തന്നെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ഇവരിവിടെ രണ്ടുപേരും കൂടി എന്തോ ഡിസ്കഷനിലാണ്, എന്തോ കാര്യമായിട്ടുള്ള ഡിസ്കഷനാണ്. തീരണില്ല അവിടെ, കുറെ നേരമായി. ആ സമയത്ത് ഞാൻ എന്റെ ഭക്ഷണം കഴിക്കട്ടെ. നമ്മൾ കുറച്ച് മുട്ട ഇങ്ങനെ പിച്ച് ഇങ്ങനെ എടുത്ത് കുറച്ച് പുട്ട് വെച്ചിട്ട് നമ്മളതങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബേബി മിക്സ് ചെയ്ത് നോക്കണം. അമ്മ ബേബിക്ക് വായിൽ വെച്ച് തരാം. ബേബി മിക്സ് ചെയ്യാൻ വരണുണ്ട്, എന്താവോ എന്തോ. അമ്മ ബേബിക്ക് തരട്ടെ. കുറച്ച് മുട്ട ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് നൈസോ? ഓ യമ്മി പറഞ്ഞേ. യമ്മിയാണോ? ഇഷ്ടമായ ബേബിക്ക്? ഓ യാ, തരാട്ടാ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുന്നതാണ്. എന്താ കുഞ്ഞി? എന്താ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, നട്ടിയല്ലേ ഇത്? നട്ടി കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ. അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ പടം വരയ്ക്കാനുണ്ടോ. എന്റെ കരാവിരുദ്ധാണ്. ആരും കണ്ട് പേടിക്കരുത്. ആരാന്ന് ഈ വരച്ചേക്കണ ആരാന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേടാ. ആരാടാ ഇത്? ബേബിക്ക് മാത്രം ഇത് ബേബി ആയിട്ട് തോന്നി. അമ്മ കണ്ടിട്ട് പേടിച്ചു പോയി അല്ലേ അമ്മ? ഞാനിങ്ങനെ കരിക്കിച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ട്. ഭയങ്കര കഴിവാ. പക്ഷെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം അത് ആരുടെ പേരിട്ട് വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വരച്ചിട്ട് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാണിച്ചല്ലേ? മുന്നേ വരച്ചത് കാണാനില്ലത് വേറെ ഏതോ ബുക്കിലായിരുന്നോണോ, അത് തപ്പിട്ട് കണ്ടില്ല. അത് നല്ലായിരുന്നു. ഓ സമാധാനായി, അത് നല്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സമാധാനായി. ഉപ്പ് എവിടെ പോണോ? എവിടെ പോണോ? എവിടെയൊക്കെ മണിക്കുട്ടി പോണോ? എവിടെയാ? കുളിക്കാൻ പോണോ? സുന്ദരി ചെയ്യാൻ പോവാണോ? കുളിച്ചിട്ട് വരാന്നാ? എല്ലാവർക്കും ബൈ പറയൂ. കുളിച്ചിട്ട് വരാൻ പറ. എന്തത്? അപ്പിട്ടോ? അപ്പിയും കഴുകാം നമുക്ക് കേട്ടാ. ഓടിക്കാം. കളിക്കാൻ പോവാണോ? മമ്മയ്ക്ക് കൂട്ടിരിക്കുകയാണോ? ശരി, മമ്മ അയൺ ചെയ്യട്ടെ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചു. ഞങ്ങൾക്ക് രണ്ടർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് മുന്നിക്കുട്ടി കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ ടുഗെദർ ഷവർ ചെയ്യും. അതുപോലെ ഞങ്ങൾ രണ്ടുകൂടെ ടുഗെദർ ഷവർ കഴിഞ്ഞു. അതുകൊണ്ട് ഒറ്റടിക്ക് പണി കഴിയുമല്ലോ. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പണിന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 11:45 കഴിഞ്ഞു, 12 മണി ഇറങ്ങിയപ്പോൾ അങ്ങനെ വരും. ആ സമയത്ത് വിളിക്കൽ അയൺ ചെയ്യാനുണ്ട്, ഡ്രസ്സ് അയൺ ചെയ്യണം. അത് ഞങ്ങൾ ആദ്യം വീട്ടിൽ ഷൂട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ വീട്ടിൽ ഷൂട്ട് ചെയ്താൽ ശരിയാവില്ല. നമുക്ക് വാൾസ് ഒന്നും അത്ര ബ്രൈറ്റ് നല്ല അഴുക്ക വാൾസ് ആണ്. ഈ പിള്ളേരൊക്കെ 2 പിള്ളേരുള്ളതല്ലേ, അപ്പോൾ അങ്ങനെ അഴുകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അഴുക്ക വാൾസ് ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് എന്താ പറയുക, നമ്മൾ സ്റ്റുഡിയോ തന്നെ അപ്രൂവൽ വാങ്ങിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഡ്രസ്സസ് ഒന്ന് അയൺ ചെയ്യണം. അപ്പോൾ ഞാൻ ആ പരിപാടി നോക്കട്ടെ. അപ്പൊ അവിടെ അവള് കുഞ്ഞിപ്പെണ്ണ് ആദർശനെ കണ്ടു താഴ്ത്തുന്നു. അവനെ വിളിച്ചു തന്നു, ചേട്ടാ പോരെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ അവനിപ്പോ വരും. അവനിപ്പോ വന്നിട്ട് ഞങ്ങള് കണ്ടു ആ ജയലക്ഷ്മിയുടെ കവറിനകത്ത് നമ്മളെ ഡ്രസ്സസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഷൂട്ടിന് പോകാനുള്ള സാധനങ്ങളും എല്ലാം കൂടി. അതുകൊണ്ട് അവൻ വന്നു കഴിയുമ്പോൾ നമ്മൾ രണ്ടും കൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ്. അല്ലേ പിടിച്ചേ? പൊടിച്ച് ബിസി ബിസ്ക്കറ്റ് തീറ്റാണോ? ബിസി ബിസ്ക്കറ്റ് തീറ്റ. അവൻ വന്നു അല്ലെ? എന്തെന്താ വിശേഷം? കാല് വേണ്ടായപ്പോ മുതൽ അവൾ ചേച്ചി മാറിയോ ചേച്ചി എല്ലാ ആഴ്ചയും മെസ്സേജ് അയക്കൂട്ടോ. എല്ലാ ആഴ്ചയും ചേച്ചി ഓക്കെ ആയി ചേച്ചി, വേദന കുറവുണ്ടോ ചേച്ചി? സാധനങ്ങൾ അല്ലെ ഇത് വേസ്റ്റിന്റെ ഒരു കൊറിയർ വേസ്റ്റിന്റെ അവിടെ ഇരിക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ മേടിച്ചു വെയിറ്റ് ഉണ്ട്.
അപ്പൊ ഇവന് എല്ലാ ദിവസവും എനിക്ക് കാല് വയ്യാണ്ടായപ്പോ ആ സമയത്ത് എനിക്ക് എല്ലാ ദിവസവും മെസ്സേജ് ആയിക്കോട്ടെ. മീൻസ് എല്ലാ ദിവസവും എല്ലാ ആഴ്ച വെച്ചിട്ട് മെസ്സേജ് അയക്കും പാപ്പ. എന്നിട്ട് പറയും ചേച്ചി കാല് മാറിയോ ചേച്ചി, റെഡി ആയി ചേച്ചി, ഇങ്ങോട്ടൊരു പാടാ ബേസ്മെന്റ് ചേച്ചി, ഓക്കെ ആയി ചേച്ചി, ചേച്ചി വർക്ക് ചെയ്യാനായി, നമുക്ക് പൊളിക്കണ്ടേ, വേഗം ഗെറ്റ് വെൽസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആണ് കേട്ടോ. ഇവനും അതെ സന്ധ്യ അതെ, വേഗാവ് നമുക്ക് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യണ്ടേ അല്ലെ. ഭയങ്കര മോട്ടിവേഷൻ ടീമാണ്. പിന്നെ അല്ലാണ്ട് എന്റെ ടീംമേറ്റ്സ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ അടുത്ത വിളിച്ചു പറയുന്നത് ദൈവമേ ഒന്നും പറയണ്ട, എന്നെ ഓർമ്മിപ്പിക്കല്ലേ പിന്നെ, അത് ഞാൻ പിടിച്ചോളാവേ. അപ്പൊ അങ്ങനെ എന്റെ ടീംമേറ്റ്സ് ഭയങ്കര മോട്ടിവേഷൻ കൊണ്ട് വാരി വിതറുന്ന ടീംസാണ്. ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്കും ഇങ്ങനെ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാരി കെട്ടി സ്റ്റുഡിയോ പോവാണ്. നമുക്ക് സ്റ്റുഡിയോ പോയാലോ? ലെറ്റ്സ് ഗോ. നമ്മൾ വന്നു, ഇവിടെ സെറ്റ് ചെയ്തു. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ആണത്. ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ നമ്മളിത് ഷോർട്സിന് യൂഷ്വലി അങ്ങനെ യൂസ് ചെയ്യാറില്ല, മേക്കപ്പ് ലുക്കൊക്കെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട്. ആ ചപ്പച്ചോറൊന്നും മെയിൻ ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇവിടെയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഫ്രെയിം ശരിയായി നോക്കാണ്. ഫ്രെയിം ചില ബ്രാൻഡ്സിനൊക്കെ ഫ്രെയിംസ് എടുത്തിട്ട് നമ്മൾ അവർക്ക് റെഫറൻസ് അയച്ചു കൊടുത്തോണ്ടിരിക്കണം, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഹെൽപ്പ് ചെയ്യും നമ്മൾ അതിനാണ്. അപ്പൊ അവന് ഫ്രെയിം നോക്കിക്കൊണ്ടിരിക്കാം. ഫ്രെയിം ഓക്കെ ആണോടാ? കുറച്ചും കൂടി എടുക്കട്ടെ. ഓക്കെ ശരി. അവൻ ഫ്രെയിം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കുട്ടികളെ. ഞങ്ങളിപ്പോ ഫ്രെയിംസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കി നമ്മൾ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ്, അതിന്റെ കാര്യമൊന്നുമില്ല. എന്നാലും ഞങ്ങളത് ചെയ്യും. ഗ്ലാം ലുക്ക് വേണ്ട എന്ന് മാത്രമാണ് ബ്രാൻഡ് നമ്മളടുത്ത് പറയുന്നത്. ബാക്കി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. വിശക്കുന്നുണ്ടാ? കാവ്യമാധവന്റെ കണക്ക് ഇരിക്കുന്നു. എന്റെ ചൈനീസ് കണ്ണ്. നീ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് തന്നെ തെറി വാങ്ങിച്ചു. ആ കാവ്യമാധവനല്ല, മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ അനന്തഭദ്രം, ഇങ്ങനെ കണ്ണൊക്കെ ഇരിക്കത്തില്ലേ. നമ്മളിപ്പോ മേക്കപ്പും ഔട്ട്ഫിറ്റും ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോ നല്ല ഷോർട്സ് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഏത് ബ്രാൻഡിന്റെ ക്യാമ്പയിനാണ് ചെയ്തതെന്നുള്ളത് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ ഡ്രസ്സുകളെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഇങ്ങനെ എനിക്കില്ല ഈ കളർ ഡ്രസ്സ്. ഈ ക്യാമ്പയിന് വേണ്ടി മാത്രം ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ ഒരു കെട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ അയച്ചു കളഞ്ഞു. പിന്നെ ആവശ്യമില്ല, നമ്മൾ ഷൂട്ട് ചെയ്യട്ടെ കുട്ടികളെ. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയതിനു ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന് ഭയങ്കര നിർബന്ധങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓരോ ഓരോ ക്ലിപ്സ് ഷൂട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർക്ക് ഫ്രെയിം ബൈ ഫ്രെയിം സെൻഡ് ചെയ്തതിന് ശേഷം അപ്രൂവൽ വാങ്ങിയിട്ട് മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അതിന് രണ്ട് സൈഡുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് റീഷൂട്ട്സ് ഭയങ്കര കുറവായിരിക്കും. രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ ടൈം അങ്ങനെ വേസ്റ്റ് ആയിപ്പോകും. ബിക്കോസ് ഇവർക്ക് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ച് അതിൻ്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത്, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു കേട്ടോ. കാര്യം ഇത് ഷോർട്സിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരു 4-4.5 മണിക്കൂർ മേലെ നമ്മൾ എടുത്തു ഈ ഒരു ഷൂട്ട് ചെയ്ത് തീരാൻ. പിന്നെ കുറച്ച് രസമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനി ആയതുകൊണ്ട് നമുക്ക് ബോറടിച്ചില്ല. പിന്നെ നിന്ന് കുറേ നേരമായിട്ട് കാല് വേനെടുത്ത് സഹിക്കാൻ വയ്യുന്നു. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. യെസ്, ഞങ്ങളിപ്പോ 2:20 വരെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ബ്രാൻഡിന്റെ കുറച്ച് കൺഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്സ് ഫ്രെയിംസ് ഒക്കെ ഓക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡിലേ വന്നു. അപ്പൊ ഒരു 1:45 ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇനി എന്താണ് നമുക്ക് ലഞ്ച് ബ്രേക്ക് ടൈം. ഞങ്ങള് വീട്ടിൽ ഞങ്ങൾ എന്താ വിചാരിച്ചതോ 12 ഷൂട്ട് ചെയ്തോ 1 തീരുമല്ലോ, അല്ലെ 2 മണിക്ക് തീരുമല്ലോ, നമുക്ക് വീട്ടിൽ പോകുമ്പോഴേക്കാം അങ്ങനത്തെ പരാതി എനിക്ക് കിട്ടോ. എനിക്ക് അങ്ങനത്തെ നല്ലതാണ്. അതാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങോട്ടൊക്കെ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ. നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു. ഞാൻ ആക്ച്വലി ഫുഡ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ പുറത്ത് ഫുഡ് കഴിക്കാറില്ല. പക്ഷെ ഇതിപ്പോ നമ്മളുടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിലെ ഭക്ഷണങ്ങൾ മാത്രം അതെ എന്നെ ചതിച്ചു. ഞാന് ഫുഡ് ഇൻഫെക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറവുണ്ട്. പുറത്തേക്ക് ഭയങ്കര പേടിയാനാണ്. പുറത്ത് പോകുമ്പോൾ ഹോളിലൊക്കെ മാത്രം കുടിക്കുള്ളൂ, ഭയങ്കര പേടിയാണ്. പക്ഷെ ഇതിപ്പോ നമ്മളുടെ റിലേറ്റഡ് കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച് അല്ലെ ചക്ക കോഴികളൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ കഴിക്കാൻ പോകും. ഇത് നമുക്ക് ഇതിനകത്ത്
ചെറുക്കൻ ഫോട്ടോ എടുക്കാനുള്ള മനുഷ്യൻ വിഷമുണ്ട്. എന്റെ ടീംമേറ്റ് ആയിട്ട് ഇവരെ എന്നിട്ട് പറയാ എന്നെക്കാൾ രസം കൊച്ചിന്റെ ഷോർട്ട് ഷൂട്ട് ചെയ്യാനാണ്. തിരിച്ചിടുന്നു ദുഷ്ടത നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റില്ല കൊച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. കഴിക്കണേ എനിക്ക് ഓർമ്മ വരുന്നില്ല. അത് നീ എടുക്കും, ഞാൻ എടുക്കാം. Cheers അടിക്കുക. Cheers. നമ്മൾ പാപ്പൊക്കെ കഴിച്ച് അല്ലേടാ, പാപ്പ കഴിച്ചില്ലേ? തമ്മി ഫുള്ളായില്ലേ? മറിഞ്ഞ് നമ്മളിവിടെ എന്താ കൊളാബറേഷൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെസ്യൂം ചെയ്ത് പ്രൊഡക്റ്റ് ഷൂട്ട് എടുത്തോണ്ടിരിക്കണേ. നമ്മൾ കാര്യമായിട്ട് എടുക്കണം. ഞാനിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് ഫുഡ് കഴിച്ച് നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണമെന്നാണല്ലോ ശാസ്ത്രം. അപ്പോൾ ഞാനിവിടെ പ്രൊഡക്റ്റിൻ്റെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇരിക്കുക. അതെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ എടുക്കാൻ കുറേ ഇല്ല, എന്നാലും ഉണ്ടെടുക്കാൻ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഷൂട്ടാണ്. പലപ്പോഴും തീരില്ല, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി തീർക്കാൻ. അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന്. വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് കൊണ്ടിക്കൂടി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഭയങ്കര ഈസി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ വാവ ഓർക്കാൻ വേണ്ടി വാവേനെ കയറ്റി അങ്ങനെ പരിപാടി അങ്ങനെ ഇരിപ്പുണ്ട് നമ്മളുടെ ഇന്നത്തെ പരിപാടികൾ. പിന്നെ ഇനി ഇതൊന്ന് തീർത്തിട്ട് വേണം നമുക്ക്. എനിക്ക് ആക്ച്വലി വൈകുന്നേരം ഇനി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരണോ അതോ പോണ വഴിക്ക് ഇത് എടുത്തിട്ട് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുക ഞാനിപ്പോൾ. എനിക്ക് എന്താ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് ആക്ച്വലി. അപ്പം എന്തായാലും കുറച്ച് പരിപാടി ഉണ്ട്, നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ 5:11 ആയപ്പോൾ നമ്മളുടെ സ്റ്റുഡിയോയിലുള്ള ഷൂട്ട് കഴിഞ്ഞ് ജീവിതത്തിൽ ഞാൻ ഇത്രയും ലോങ് ഷോട്ടൊന്നും ചെയ്തില്ലെങ്കിൽ എൻ്റെ ക്ഷമ നശിക്കുന്നതിൻ്റെ പുറത്തേക്ക് വരികയാണ്. എനിക്ക് അതേ ക്ഷമയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഹോൾ ഡേ ഉള്ള ഷൂട്ട് ചെയ്യാൻ ക്ഷമയൊന്നുമില്ല. അയ്യോ, അതും ഒരു വീഡിയോ, അതാണ് ഇവിടെ നോട്ട് ദ പോയിന്റ്. അല്ലാണ്ട് നമുക്ക് ക്ഷമയുണ്ട്. പല വീഡിയോസ് ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷമയുണ്ട്. പക്ഷെ ഒരു വീഡിയോ ഒരു ഫുൾ ഡേ എടുക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. എൻ്റെ ക്ഷമ നശിച്ചിരിക്കണം. ദിവസം നിന്ന് എനിക്ക് കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ ബാക്കി ഷൂട്ട് ചെയ്യാം. പോവാം. ഞങ്ങൾ ഇന്നത്തെ കൊളാബറേഷന്റെ ഷോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലുള്ള കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് പോയി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരൊറ്റ ഷോട്ടും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരും. ഇതാണ് ദ ലൈഫ് ബിഹൈൻഡ് അല്ലെ, ലൈഫ് ഓഫ് എ ക്രിയേറ്റർ അല്ലേടാ. കണ്ടോ, നമ്മൾ സ്ട്രഗിൾ അല്ലേ, കഷ്ടപ്പാടാ. എല്ലാവർക്കും ഒരു തോന്നലുണ്ട്. വളരെ സിമ്പിളാ. ക്യാമറ സംസാരിച്ചാൽ വരും തോന്നൂല്ലേ. പാപ്പ വാങ്ങി തന്നില്ലേ? അങ്ങനെ ഓനെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നത് ഭയങ്കര സെൻസിറ്റീവ്. അപ്പൊ ഞങ്ങളുടെ ലാസ്റ്റ് ഷോട്ടിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഒന്ന് കിടക്കട്ടെ, എനിക്കാണെങ്കിൽ കാല് വേന എടുത്തിട്ടുണ്ടല്ലോ. എന്റെ മോന്റെ പുകയുന്നു. എന്റെ ചോദ്യത്തിന് വെള്ളം തരൂടാ. ഞങ്ങളുടെ ഷൂട്ട് അങ്ങനെ റാപ്പപ്പ് ആയല്ലടാ. അവന്റെ മുഖം നോക്കി തളർന്നു പോയി. കാല് വേന എടുക്കണം മോവന്. ആ പറയാടാ. ഇവനുണ്ടല്ലോ, ഇവൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടില് സാമ്പാർ ഉണ്ടാക്കാൻ പോവായിരുന്നതാ ഊണിന്. ഇവ എത്ര മണിയായി നോക്കി പറഞ്ഞേ? ഇനി രാത്രിത്തേക്ക് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഞങ്ങൾ ഒരു കണക്കിന് ഞങ്ങളുടെ ഷൂട്ട് തീർത്തു കേട്ടാ. അപ്പൊ അതിന്റെ ഇടവേളയിൽ നമുക്ക് റിലാക്സേഷൻ വേണ്ടി ജ്യോതി നമുക്ക് ചായ ഒക്കെ ഉണ്ടായിരുന്നു. ജ്യോതി താങ്ക് യു ഡാ, ലവ് യു. നമ്മുടെ ലൊക്കേഷൻ കേർട്സി ജ്യോതി. അതെ, ഇനി ഞങ്ങൾ ചായ കുടിച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഹലോ, എന്തുണ്ട് വിശേഷം? എപ്പോ എത്തി ഓഫീസിൽ നിന്ന്? ആ പൊന്നു ഹലോ, സുഖാണോ? ചായ കുടിച്ചോ വാവച്ചി? ഓ കട്ടിപ്പിടിച്ചൊക്കെ നോക്കിയിടാ. ഓടെ ഏട്ടനെന്തിടാ? കളിക്കാൻ പോയി. ചായ കുടിച്ചേട്ടാ? കഴിക്കാൻ പോണ്ട? യെസ്. അങ്ങനെ ഞാനും അവനും കൂടി വന്നു. നമ്മളൊരു 6:15 നമ്മുടെ വീട്ടിൽ നമ്മൾ വന്ന് കയറിയതിന് ശേഷം അയ്യോ ഞാനും അമ്മയും കൂടി കുറച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മൾ ഷൂട്ടിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അമ്മ കോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക്. അപ്പോൾ ഞാനും 2 കഷ്ണം കഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് എടുക്കണം. ബിക്കോസ് ഞാൻ കാലം എടുക്കണൂടാ. പക്ഷേ നമ്മൾ ഒന്നാമത് എനിക്ക് കാലിൻ്റെ ഇങ്ങനെ ആയതിനു ശേഷം എനിക്ക്
എല്ലാ ചെരുപ്പല്ല, ഒരുമാതിരിപ്പെട്ട ഒരു ചെരുപ്പുകളും വേറെ ചെരുപ്പ് ഇടാൻ പറ്റില്ല. അപ്പം അതിന് നമുക്ക് ആ സോഫ്റ്റ് സോൾ ചെരുപ്പ് മാത്രമേ ഉള്ളൂ, അത് മാത്രം നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി പുറത്തിടുന്നതുകൊണ്ട് നമുക്ക് അടുത്ത് അകത്തിടാൻ പറ്റില്ല സ്റ്റുഡിയോയിൽ. ഇവിടെ എനിക്ക് ഒരു ചെരുപ്പുണ്ട് അകത്തിടാൻ വേണ്ടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കുറേ നേരമായിട്ട് ഇങ്ങനെ ചെരുപ്പ് ഇടാണ്ട് നിന്നിട്ടേ കാല് വേനെടുത്തിട്ട്, അത് എൻ്റെ മെയിൻ കാല് പ്രശ്നമുള്ള കാലല്ല, മൊത്തം 2 കാലും ഭയങ്കര വേന. എനിക്ക് ഫ്ലാറ്റ് ഫോട്ടും കൂടെ ഉള്ളതാണ്, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കാല് വേണ്ടിട്ട് വയ്യ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, എനിക്ക് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യണം, കുറച്ച് നേരം കാലൊക്കെ നീട്ടുന്ന റെസ്റ്റ് എടുക്കണം. അതാണ് എൻ്റെ അത്യാവശ്യം. മാമ വന്നാ അപ്പൊ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ് എന്റെ പ്ലാൻ. ആക്ച്വലി ഏട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോകണ്ട, എനിക്ക് ടീ കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ ഞാൻ യൂഷ്വലി എപ്പോഴും ചടി കൂടെ പോണതാ. പക്ഷെ ഇന്നിപ്പോ എനിക്ക് പോകാനുള്ള ഒരു മൂഡില്ല. ഓൾറെഡി നമ്മൾ ചായ കുടിച്ചു, അതിൻ്റെ ഇടയിൽ കൂടി ഇനി എനിക്ക് കാലുവേദന എടുക്കൊണ്ട് എനിക്ക് വയ്യ ഇനി പോകാൻ വേണ്ടി. അപ്പൊ ഞാൻ അവിടുത്തെ വ്ളോഗ് ഇതോടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്കൊണ്ട് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു വ്ളോഗ്. മെയിനായിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാൻ വേണ്ടി മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടയർഡായിട്ടാണ്, ഞാൻ ഭയങ്കര ടയർഡായിപ്പോയി. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അധികം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യും, ഭക്ഷണം കഴിക്കും, വീണ്ടും കിടക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ടാ. പിന്നെ എന്തുട്ടാണ് ഇന്നത്തെ ഷൂട്ട് ആക്ച്വലി കുറച്ചധികം എക്സോസ്റ്റിംഗ് ആയിരുന്നു. ഹായ്, കുറച്ചധികം എക്സോസ്റ്റിംഗ് ആയിരുന്നു. ചിലപ്പോൾ ചില ഷൂട്ട്സൊക്കെ ഭയങ്കര ഈസിയാണ്. നോക്കിയേ എൻ്റെ ബക്കറ്റും കൊണ്ടുവന്നേക്കണ ഒരാള് പോസ് ചെയ്യണണ്ട. ഒന്നും കൂടി പോസ് ചെയ്തേ. ഒന്നോ അങ്ങനെ ഞങ്ങൾ പോസ് ചെയ്യണല്ലേ, വിക്ടറി പൊസിഷൻ. വാ വേണോട്ട് തലയൊന്നും ഇടല്ല അതിൻ്റെ അകത്തോട്ട്. ബേക്ക് തല ഇടണ്ട ബേ. ഹായ്, അതുകൊള്ളാലോ. ഉണ്ണിക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് കളിക്കാൻ വേണ്ടി പോയേക്കട്ടാ. ബിക്കോസ് അവന്റെ എക്സാം ഇന്നത്തോടെ കഴിഞ്ഞു. ബിക്കോസ് അല്ല, അല്ലെങ്കിൽ എല്ലാ ദിവസം കളിക്കാൻ വേണ്ടി പോകും. ഇന്നത്തോടെ അവന്റെ പരീക്ഷ കഴിഞ്ഞു. ഓ നൈസ്. ഇന്നത്തോടെ അവന്റെ പരീക്ഷ ഫുൾ കഴിഞ്ഞിരിക്കുകയാണ്. അവൻ ഫ്രീ ആയി. പക്ഷെ അവന്റെ ക്ലാസ് ഉണ്ട്. ഇനി ട്യൂസ്ഡേ ഉള്ളൂ ക്ലാസ്, അത് ഉണ്ടെന്നത് തേഴ്സ്ഡേ ഉള്ളൂ. പിന്നെ 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ സ്കൂളിൽ പോയിട്ടും അങ്ങനെയാണ്. അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് പണിയുണ്ട് ആക്ച്വലി. അതായത് ഓൾറെഡി നമുക്ക് ഇന്നത്തേക്കുള്ള ഷോർട്സും റീൽസും ഒരു മിനിറ്റ് സന്ധ്യ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ചെക്ക് ചെയ്യണം. അതായത് ലാപ്ടോപ്പ് വാങ്ങിയിട്ട് റീചെക്ക് ചെയ്തതിന് ശേഷം അതെനിക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കണം. ഇന്നത്തെ ഷോർട്സും റീലും അപ്ലോഡ് ചെയ്യാനുണ്ട്. ആൻഡ് ഓൾസോ ഇന്നത്തെ നമ്മുടെ വ്ളോഗില്ലേ അത് എഡിറ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ കുറച്ച് പണിയുണ്ട്. ആക്ച്വലി 5 minutes റെസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ലാപ്ടോപ്പ് വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് എനിക്ക് ഇനി വ്ളോഗ് ചെയ്യാനുള്ള ശക്തിയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ബൈ 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 പറ.